ഈ നല്ല വാർത്ത ഞാൻ മറ്റൊരുടെ അടുത്ത് എങ്ങനെയാ പറയാതിരിക്കുന്നത്? മറ്റൊരു അറിയണം ഈ നല്ല വാർത്ത. നമ്മുടെ അകത്ത് ആഗ്രഹം കാണണം. ഇവരിത് കണ്ടിട്ട് തിരിച്ചു പോയി രാജാവിന്റെ അടുത്ത് പറഞ്ഞു. അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് 12ാമത്തെ വാക്യം, verse 12. And the king arose in the night and said to his servant, I will show. Okay, ചില വേർഷൻസിൽ എഴുതിയിരിക്കുന്നത് the man in the chamber. എന്റെ ചോദ്യം, ഇവൻ രാജാവിന്റെ കൂട്ടത്തിൽ എന്തോ മുറിയിൽ ചെയ്യുന്നു. ഇവന്റെ കയ്യിലല്ലയോ രാജാവ് ലീൻ ചെയ്യുന്നത്. He's leaning on him. മുമ്പേ നമ്മൾ വായിച്ചു chapter 7 verse 1. He's leaning. എന്ന് ആ പ്രവചനം കിട്ടിയപ്പോൾ ഒരു രാജാവ് ഒരു വ്യക്തിന്റെ പുറത്ത് ലീൻ ചെയ്യുകയാണെങ്കിൽ that means the king is weak. King is weak. അപ്പോൾ എന്റെ ചോദ്യം, why is the king depending on this man? So who is this man? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ ആരാ? ഈ രാജാവ് ഈ പുള്ളിയുടെ പുറത്ത് മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലർക്ക് ഈ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. Some people have this man in their life. ആ മനുഷ്യൻ കാണാൻ ആഗ്രഹമുണ്ടോ? അതിന്റെ വെളിപാടിലിട്ട് go to Proverbs chapter 3 verse 5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Lean not on your own. കണ്ടോ? Your own, lean not. ഒത്തിരി പേര് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താ ലീൻ ചെയ്യുന്നത്. ഇതെങ്ങനെയാ നടക്കാൻ പോകുന്നത്? ദൈവം പറഞ്ഞിട്ടുണ്ടോ? നടക്കുമോ ഇല്ലയോ? സ്റ്റോപ്പ് ലീനിങ്. ഞാൻ പറയട്ടെ, ഒരു 300 സീറ്റ് ബിൽഡിംഗ് നിങ്ങൾക്ക് ചർച്ചയായിട്ട് കിട്ടും. വിശ്വസിക്കാമോ? അപ്പുറം ഡിപ്പോസിറ്റ് ദൈവമല്ല നോക്കുന്നത്, നിങ്ങളല്ല നോക്കണ്ടി, ദൈവം നോക്കിക്കോ. We lean on our understanding. ആ മനുഷ്യൻ ബൈബിൾ എഴുതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ കാണും പക്ഷെ നീ അനുഭവിക്കത്തില്ല. എല്ലാരും ചാടിപ്പോയി, ഇവൻ കണ്ട് പക്ഷെ അനുഭവിച്ചില്ല, കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ ദൈവം പറയുന്ന വാക്തത്വം, ദൈവം സംസാരിക്കുന്ന വചനം നിങ്ങൾ വിശ്വസിക്കണം. മറിയന്റെ അടുത്ത് ദൂതൻ വന്ന് പറഞ്ഞു, you shall have a child. അവൾ പറഞ്ഞു, let it be unto me. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ടില്ല, അല്ലയോ, not even married, but she said, let it be unto me. അവൾ ആ ദൂത് പിടിച്ചു, അതുകൊണ്ട് നടന്നു. If you can catch the word of God and say, God, I believe your word. Amen. Hallelujah. Nothing will shake me. Amen. ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിളിൽ വെള്ളത്തിന്റെ പുറത്ത് ആരാ ഒരു വ്യക്തി 2 പ്രാവശ്യം നടന്നിരിക്കുന്നത്? ഒരു വ്യക്തി 2 പ്രാവശ്യം വെള്ളത്തിന്റെ പുറത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ? പത്രോസ് പാസ്റ്റർ എവിടെ 2 പ്രാവശ്യം നടന്നു? പുള്ളി വെള്ളത്തിന്റെ പുറത്ത് നടന്നു വന്നു, മുങ്ങാൻ തുടങ്ങി, യേശു രക്ഷിച്ചു. തിരിച്ചു പോയത് എങ്ങനെയാ? യേശുവിന്റെ തോളയിരുന്നിട്ടാണ് പോയത്. When you sink, Jesus will lift you up and he will make you walk again. He will give you the strength to walk again. നിങ്ങൾ മുമ്പ് വിശ്വസിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ ദൈവം ഈ പ്രാവശ്യം നിങ്ങളെ കൈ പിടിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചോളാം, നിങ്ങൾ ഈ പ്രാവശ്യം നടക്കും. എൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററിനെ ഞാൻ എൻ്റെ പോളണ്ട് ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. വിന്റർ മാസം, നല്ല തണുപ്പ്, വെള്ളന്റെ പുറത്ത് നടന്നു. പുള്ളി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ നടന്ന് കാണിക്കില്ല. പുള്ളി പറഞ്ഞ ഞാൻ നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞ വണ്ടി ഓടിച്ചാണ്. വണ്ടിയോ? ഞാൻ പറഞ്ഞ വണ്ടി പാസ്റ്ററെ മണ്ടത്തരം കാണിക്കുന്നു. ഞാൻ പറഞ്ഞ ഡോണ്ട് വറി. I said get it. I said we are people of faith. ഞാൻ സ്പീഡിൽ വണ്ടി കൊണ്ടുവന്നു. എൻ്റെ ചർച്ചിലെ പാസ്റ്ററിന് അവിടെ ഒരു റിപ്പോർട്ട് കൊടുത്തു.
പുള്ളിന്റെ ഹോട്ടലിൽ ഒരു വലിയ ലേക്ക് ഉണ്ട്. ഓടിച്ച് സ്പീഡിൽ വന്നു ലേക്കിന്റെ പുറത്ത് പുള്ളിക്ക് ശ്വാസം എടുക്കാൻ ആ ലേക്ക് ഫ്രീസ് ആയി. പക്ഷെ പുള്ളിക്ക് പേടി, ഈ കാർ താഴോട്ട് പോകുന്നില്ല. ജസ്റ്റ് ബിലീവ്. ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്, ഐ നോ ദാറ്റ്. അതിന്റെ പുറത്ത് വന്നിട്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് കഴിയും, അത് സ്പിൻ 360 ആയിട്ട് 2-3 ടൈംസ്. ഐ എൻജോയ്. ഞാൻ പ്ലെയിനിൽ നിന്ന് ചാടുന്ന വ്യക്തിയാണ്. ഐ സ്റ്റിൽ ഗോ ടു സിൽവർ സ്റ്റോൺ. എത്ര പേര് സിൽവർ സ്റ്റോൺ ഇവിടെ കേട്ടിട്ടുണ്ട്? ഞാൻ അവിടെ കാർ ഓടിക്കാൻ പോകും, റേസിംഗ് കാർസ്. ഐ ഗോ ആൻഡ് ഡ്രൈവ്. ഐ എൻജോയ് മൈ ലൈഫ്. Because I believe ice cream മാത്രം കഴിച്ചാൽ is not good. You need to jump out of planes. You need to drive some racing cars. You need to enjoy the goodness of God. Amen. So I enjoy. So I learned one thing. Peter walked again. Maybe we failed before, but this time because Jesus is holding our hand, we don't need to worry in our life. Amen. He will make us walk again. Amen. He will strengthen us. And you will see the goodness of God in your life. അനുഗ്രഹങ്ങൾ കാണണമെങ്കിൽ വിശ്വാസം അകത്ത് വരണം. ഇല്ലെങ്കിൽ മത്സരം ബുദ്ധിയായിട്ട് ആത്മാവിന്റെ ചലനം കാണാത്തതുകൊണ്ട് ഇതാ പ്രശ്നം. ഒത്തിരി ചർച്ചസ് നടക്കുന്നുണ്ട്, പക്ഷെ ആത്മാവിന്റെ ചലനമില്ല. If the Holy Spirit does not move, the church is a dead church. We need the move of the Holy Spirit. English പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, word you dry up, word you dry up, spirit you blow up, word and spirit you grow up. When church door opens you show up, when bucket passes you pay up, because when Jesus comes you go up. അതുകൊണ്ട് വചനം വേണം, ആത്മാവിന്റെ ചലനം വേണം. അത് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് വളർച്ച നമ്മൾ കാണും. Our spirit bears witness with His spirit. Romans 8:16. His spirit shall bear witness with our spirit, and ours bears witness with Him. So whatever He says, we agree with it, and we say amen to it, and it shall be established in our life. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം വേണ്ടി. ഈ അനുഭവങ്ങള് ബ്ലസ്സിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുണ്ട്. But you need to be open to the word and you need to allow the Holy Spirit. ചുമ്മാതെ പ്രസംഗിച്ചാൽ മതി. ഞാൻ അത് ആത്മാവിൽ പിടിക്കും. ആ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ആത്മാവിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ജഡത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കുമോ? ഐ ഡോണ്ട് തിങ്ക്. പ്ലെയിൻ കിട്ടുമോ? ഇല്ല. $4 million കിട്ടുമോ ബൈബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി? But if you catch it in the spirit and say, God, I know you are God. I know you are able to do abundantly, exceedingly. ഞാൻ ചിന്തിക്കുന്ന കാട്ടി കൂടുതൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ പേര് എൽ ഷഡായ്. എന്തോ? എൽ ഷഡായ്. എൽ ഷഡായിന്റെ മീനിങ് എന്തോ? എന്തോ? സർവശക്തൻ. ഇംഗ്ലീഷിൽ മോർ ദാൻ ഇനഫ്. നമ്മുടെ കർത്താവിന്റെ പേര് എൽ ചീപ്പോ അല്ല, ചീപ്പല്ല. Is El Shaddai, more than enough in your life. പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ദൈവം നല്ലോണം അനുഗ്രഹിക്കുന്നു. ദൈവം തീർക്കത്തില്ല നിങ്ങൾ. But you need to have that faith. അനുഗ്രഹം കിട്ടുമ്പോൾ മറ്റൊരുടെ അടുത്ത് പറയാൻ റെഡിയായി. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ചർച്ചിന്റെ മെമ്പർ ആണെങ്കിൽ നിങ്ങൾ എത്ര പേരുടെ അടുത്ത് ഈ ചർച്ചിനെ കുറിച്ച് പറഞ്ഞു? നിങ്ങൾ എത്ര പേര് വിളിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് നല്ല വാർത്ത കിട്ടി. നിങ്ങളെ യേശു അറിഞ്ഞ മറ്റൊരു വിളിക്കുന്നുണ്ടോ? മറ്റൊരു യേശുവിനെ കുറിച്ച് അറിയുന്നുണ്ടോ? അനുഭവിക്കാൻ ഒക്കുന്നുണ്ടോ അവർക്ക്? Call them. Don't be ashamed.
ഓർത്ത് നോക്കിക്കേ, എൻ്റെ മോൻ സ്കൂളിൽ പോയിട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് മൈ ഫാദർ. അവൻ്റെ നാണമാണെങ്കിൽ ഞാൻ എന്തോ ചിന്തിക്കും എൻ്റെ കുട്ടി. Are you ashamed of the family you are part of? Are you ashamed of your God? Don't be ashamed. Don't be ashamed. Paulus പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, for I am not ashamed of the gospel of Jesus Christ. ഈ നല്ല വാർത്ത നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തിനാ പറയുന്നത് നിങ്ങളുടെ അടുത്ത്? നിങ്ങളെ ദർശനം തരാൻ വേണ്ടി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ വലിയ ബിൽഡിംഗ് വേണം. ബിൽഡിംഗ് മാത്രമല്ല, അതിലെ ആളുകളാണ്. ഖാലി കസേര വേണ്ടിയല്ല, ഫുള്ളായിട്ട്. ഈ അടുത്ത വർഷം നവംബർ ആകുമ്പോൾ ഇതിന്റെ ഡബിൾ ആയിട്ട് മാറും. ഡബിൾ ആകാൻ വേണ്ടി എന്തോ ചെയ്യാൻ പറ്റുന്നത്? എല്ലാവരും ഒരാളെ കൊണ്ടുവന്നാൽ മതി, അല്ലയോ? ഈ 12 മാസത്തിന്റെ അത് ഒരാളെ കൊണ്ടുവന്നാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് ഡബിൾ ആയിക്കോളും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഈ അടുത്ത 12 മാസം ഒരാള് അടുത്ത ആളെ കൊണ്ടുവരണം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, only a shepherd gives birth to a shepherd, sheep gives birth to a sheep, അല്ലയോ? അപ്പോൾ ഷീപ്പ് പോയി ഷീപ്പിനെ കൊണ്ടുവരണ്ടേ? Sheep produces a sheep. Pastor എടുത്ത് പറഞ്ഞാൽ he cannot produce a sheep. He will lead them into the Lord. He will feed them. He will build them. But you have to go and follow them for multiplication. Genesis 1:28. അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഈ കുഷ്ഠരോഗികൾ ഇരിക്കുന്ന കുഷ്ഠരോഗത്തിൽ ശാപത്തിൽ ആയിരിക്കും. പക്ഷെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിൽ നടന്നുകൊണ്ട് കർത്താവിനെ അനുഗ്രഹം കാണാൻ ഒത്തു. ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി. ദൈവം അവരെ ആരെ അനുഗ്രഹിച്ച്? 31:28 ആരെ അനുഗ്രഹിച്ച്? ആദമും ആഡം ആൻഡ് മാഡം. കേട്ടോ, അത് ഓർത്താൽ മതി. രണ്ടുപേരെ അനുഗ്രഹിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ചർച്ചിന്റെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട് മാത്രമല്ല, നിങ്ങളുടെ ചർച്ചിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. That is his desire and he blessed them. പക്ഷേ ദൈവം ഓൾറെഡി ചെയ്തിരിക്കുക. അത് വിശ്വാസത്തിൽ എടുത്തോണം. എനിക്ക് വേണമെങ്കിൽ വിശ്വാസത്തിൽ ഇതെടുക്കാം, ഇതിന്റെ അല്ലയോ? നിങ്ങൾ ആരും എടുത്തോണ്ട് കൊണ്ടുപോലെ വിശ്വാസത്തിൽ എന്റെ ഐശ്വര്യതാണ്, അല്ലേ? I can take it because it's mine. കർത്താവ് ഓൾറെഡി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തോണം. ഞാൻ അമേരിക്കയായിരുന്നു ഈ വർഷം ഏപ്രിൽ. അറിയാത്തൊരു പാസ്റ്റർ, വലിയൊരു ചർച്ചിലെ പാസ്റ്റർ. ഞാൻ ഇങ്ങനെ ഇരിക്കാൻ നേരം നമ്മൾ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം ഞാൻ പുള്ളിയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ, നിങ്ങൾ ആരാധിക്കുന്ന ചർച്ച് അല്ല നിങ്ങളുടെ ചർച്ച്. പുള്ളിനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ, ദൈവം നിങ്ങൾക്ക് വലിയ ചർച്ച തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സോ മെനി സീറ്റേഴ്സ്, ഇത്ര വലിയ. പുള്ളി ചിരിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ തിരിച്ചു കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡിസ്റ്റർബ് ചെയ്തിട്ടല്ല. ഞാൻ പ്രവചിക്കും, കഴിക്കും, പ്രവചിക്കും, കഴിക്കും. ആഹാരം എടുത്ത് മാറ്റാൻ മാറ്റി കഴിഞ്ഞാൽ പ്രവചനം ഞാൻ തുടങ്ങി. സോ ഞാൻ കഴിക്കാൻ തുടങ്ങി. മോനെ നോക്കി ഞാൻ പ്രവചിക്കാൻ തുടങ്ങി, പാസ്റ്ററിനെ മോനെ. അത് കഴിഞ്ഞ് പാസ്റ്ററിന്റെ പറഞ്ഞു, നീ പറഞ്ഞ കാര്യം നമുക്ക് സംസാരിക്കണം. കഴിച്ചിട്ട് ചർച്ചിലോട് കയറും, ചർച്ചിൽ കയറും. ഞാൻ പറഞ്ഞ, ഈ ബിൽഡിംഗ് അല്ല ഞാൻ കാണുന്നത്, ഞാൻ മറ്റൊരു ബിൽഡിംഗാണ് കാണുന്നത്. ഇവിടെ പറഞ്ഞു, പാസ്റ്റർ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വെളിയിൽ നോക്കിയപ്പോൾ വലിയൊരു വലിയ ലാൻഡിങ്. ഞാൻ പറഞ്ഞു, അതുപോലത്തെ ലാൻഡാണ്.
10 ഏക്കറാണ്. നമ്മൾ പറഞ്ഞു 1000 ഏക്കർ ലാൻഡ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ദശാംശം വരട്ടെ, 100 ഏക്കർ വരും. ഞാൻ പറഞ്ഞു 10 തുടങ്ങിയിട്ട് 100 കയറാൻ. മുമ്പിൽ പറഞ്ഞു പാസ്റ്റർ നമുക്ക് അറിയത്തില്ല, ഈ സ്ഥലം ആരുടെ പിടി കിട്ടുന്നില്ല, ഇറ്റ്സ് നോട്ട് നോ. ഞാൻ പറഞ്ഞ നമുക്ക് ലാൻഡിൽ കയറാം. ലാൻഡിൽ കയറി ഞാൻ പ്രാർത്ഥന തുടങ്ങി. ഞാൻ പറഞ്ഞ കർത്താവ്, ഈ ലാൻഡ് ഇവരുടെ കയ്യിൽ വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ കാല് വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് യേശുവിൻ്റെ നാമം സ്റ്റാർട്ടിങ് ഇൻസ്റ്റാൾമെന്റ് എന്നിട്ട് യേശുവിൻ്റെ നാമം ആദ്യം പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയ കോയിൻ ഉണ്ടായിരുന്നു, അതവിടെ ഇട്ടിട്ട് ഞാൻ പോയി. 3 ആഴ്ച കഴിഞ്ഞു പാസ്റ്റർ വിളിച്ച് പറഞ്ഞു ആളെ പിടിക്കും. അവിടെ നല്ല കാര്യം സംസാരിച്ചു. പുള്ളിക്ക് പിള്ളേരില്ല, 78 വയസ്സുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിന്റെ ചാപ്റ്റർ കോഴ്സ് ആണ് ടൈമായി. ഞാൻ പറഞ്ഞു ഇപ്പം പിടിക്കുമോ, അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല. പുള്ളി പറഞ്ഞു ഓക്കെ പാസ്റ്റർ. സംസാരിക്കാൻ തുടങ്ങി. പുള്ളി സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു നമ്മൾ ലാൻഡ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പുള്ളി പറഞ്ഞു ഒരു പ്രവാചകൻ വന്ന് ഇവിടെ പ്രവേശിച്ചിട്ടാണ് പോയത്. പുള്ളി ക്രിസ്ത്യാനിയല്ല. പുള്ളി പറഞ്ഞു ഒരു പ്രവാചകൻ പറഞ്ഞെങ്കിൽ ഓക്കെ ഞാൻ 10 ഏക്കർ തരാം. പ്രവാചകൻ എത്ര വില പറഞ്ഞു? ഒരു 10 ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ എത്ര ചെലവ് ആകുമായിരിക്കും? ഇന്ത്യയിലെ ക്രോസ് അല്ലയോ? ഞാൻ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞാൽ $270,000 മേളിൽ കൊടുക്കുന്നു. മാസ്റ്റർ ലാൻഡ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞാൽ നീ വിഷമിക്കും, ദൂത് പിടിച്ചു വെച്ചു, നീ വിശ്വസിച്ചു. പുള്ളി പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞ് $270,000 ബിലോ $500,000 I cannot do a deal. പുള്ളി പറഞ്ഞു പ്രവാചകൻ പറഞ്ഞത് 270. പ്രവാചകൻ പറഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ തീരുന്നതിന് മുമ്പ് സൈൻ ചെയ്തു. പുള്ളി അതുകൊണ്ട് ധൃതിയിൽ എല്ലാം സൈൻ ചെയ്തു. ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ അവർ സൈൻ ചെയ്ത് 270,000 10 ഏക്കറാണ്. പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കാം. ഈ പ്ലേറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ആ ആരെയൊക്കെ കണ്ടിട്ടോ, ഇന്നലെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, വൈകിട്ട് ആലു കോപ്പി ഉണ്ടായിരുന്നു, രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ വയറ് നടത്തില്ല. ഒത്തിരി ക്രിസ്ത്യാനികളല്ല, ദൂരമുണ്ട് കേട്ടോ, ആ വചനമുണ്ട് കേട്ടോ, പ്രവചനമുണ്ട്, വാക്തത്വമുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എടുക്കാത്ത ആ പ്രശ്നം. Your hands of faith stretch out. യേശുവിന്റെ കൈ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തു പിടിച്ചുകൊണ്ട് രക്ഷയില്ല. If you can stretch out your hand and hold the hands of Jesus, the words of faith, you can see the miracles in your life. Amen. And the glory of God. Yes. So don't let rebelliousness get in. എൻ്റെ ചർച്ചിൽ മാർക്കമൈറ്റ്സ്, ജാക്കബൈറ്റ്സ്, കാത്തലിക്സ്, കാത്തലിക് അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കണ്ണനായ ഒരു കാത്തലിക് സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു, പാസ്റ്റർ എൻ്റെ അപ്പച്ചന്മാര് നമ്മൾ ഈ രീതിയിലായിരുന്നു, നമ്മൾ ഇതിലോട്ട് ഇനി മാറുന്നേ എങ്ങനെയാണ് പാസ്റ്റർ? ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ ഒരു കാര്യം ചെയ്തു, നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ മുണ്ടിട്ടിട്ടാണ് ഇവിടെ നടക്കുന്ന പാൻറ്റാണ്, ട്രൗസറാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ മുണ്ടല്ലോ ഇട്ടുകൊണ്ട് നടന്നേ, വൈ ഡിഡ് യു ചേഞ്ച്? ഞാൻ പറഞ്ഞു പല്ല് തേക്കാൻ നേരം മുമ്പ് ബ്രഷ് ആയിരുന്നോ, കോൾഗേറ്റ് ആയിരുന്നോ നിങ്ങളുടെ അപ്പച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അല്ല. ഞാൻ മാറില്ലോ, അതിന് വെളിപ്പാട് കിട്ടിയപ്പോൾ മാറില്ലോ, ഇതിനും വെളിപ്പാട് കിട്ടുമ്പോൾ മാറിക്കൊണ്ടില്ല. നമ്മുടെ ഇത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ട്, ടെക്നോളജി മാറുന്നത് പോലെ യു ചേഞ്ച്. അതുപോലെ സ്പിരിച്വൽ ലൈഫിൽ വെളിപ്പാട് കിട്ടുന്ന പോലെ നമ്മൾ ചേഞ്ച് ആയിക്കോളും. നമ്മൾ ചേഞ്ച് ആകത്തില്ലെങ്കിൽ നമ്മൾ മുമ്പിലോട്ട് പോകില്ല. സോ വി നീഡ് ടു മേക്ക് ദ ഡിസിഷൻ ടു മൂവ് ഫോർവേഡ്, ടു റിസീവ് വാട്ട് ഗാഡ് ഹാസ് ഫോർ आवर ലൈഫ്. അത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യും. ഈ ചർച്ചിന്റെ അടുത്ത് ഞാൻ പറയട്ടെ, ദൈവം